വളരെ കൗതുകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ താമരശ്ശേരിയിൽ നിന്ന് പുറത്തു വരുന്നത്. അവിടെ ചെക്ക് പോസ്റ്റിന് സമീപം മുട്ടുകടവ് ഇസ്മായിലിന്റെ വീട്ടിലാണ് ഈ കൂടോത്രം കൊണ്ടുവന്നിട്ടത്. കൂടോത്രം കൊണ്ടുവന്നിട്ട് ഈ പ്രതി മടങ്ങിപ്പോവുകയാണ്. അദ്ദേഹം ഈങ്ങാപ്പുഴ സ്വദേശിയാണ്. വളരെ ഒന്നും അറിയാത്ത പോലെ അദ്ദേഹം മടങ്ങിപ്പോയി. പക്ഷേ ക്യാമറ ഇത് കണ്ടിരുന്നു. ഇപ്പോഴത്തെ ക്യാമറ എന്നൊക്കെ പറയുന്നത് ഈ സെൻസറൊക്കെ ഉള്ള ആര് കടന്നുപോയാലും ശബ്ദം കേൾപ്പിച്ച് വീട്ടുകാരെ അറിയിപ്പിക്കുന്ന ക്യാമറയൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ ശബ്ദം ഉണ്ടാക്കുകയും വീട്ടുകാർ പുറത്തു വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ മടങ്ങിപ്പോകുന്നത് കണ്ടു. ഉടനെ അവർ CCTV പരിശോധിച്ചപ്പോഴാണ് ഒരു അജ്ഞാതനായ ആൾ വന്ന് ഞങ്ങളുടെ പറമ്പിൽ എന്തോ ഇട്ട് പോകുന്നത് കണ്ടത്. ഉടനെ തന്നെ അവിടെ അടുത്തുള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് ഇവർ പിന്തുടർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. പിടികൂടി പോലീസിനെ വിളിച്ച് കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഞാനൊരു കൂടോത്രം ചെയ്യാൻ വന്നതാണ്, ഒരു സാധനം നിക്ഷേപിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് ഇവിടെ വന്ന സുനിൽ ഈ നാട്ടുകാരോട് സമ്മതിച്ചത്. തുടർന്ന് പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് വീട് മാറിപ്പോയ കാര്യം അറിഞ്ഞത്. എന്തായാലും സംഗതി കൂടോത്രമാണ്. ഇത് കൊണ്ടുചെന്ന് ഇടാൻ തീരുമാനിച്ചിരുന്നത് മറ്റൊരു വീട്ടിലാണ്. വീട് മാറിയാണ് ഈ വീട്ടിൽ വന്ന് ഇബ്രാഹിമിന്റെ വീട്ടിൽ വന്ന് കയറിയത്. എന്തായാലും സംഗതി പൊല്ലാപ്പായി. അദ്ദേഹത്തെ പോലീസ് പൊക്കി. നേരത്തെ കമന്റ് ബോക്സിൽ ചോദിച്ചതുപോലെ കൂടോത്രം ചെയ്യുന്നതിന് കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഒരാളുടെ വീട്ടില് അനധികൃതമായി കയറി അവിടെ വീട്ടുകാരറിയാതെ അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഒരു സാധനം നിക്ഷേപിച്ച് പോയതിനാണ് ഇപ്പൊ നിലവില് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഏത് വകുപ്പാണ് ചേർത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും കൂടോത്രക്കാരനെ പൂട്ടിയിട്ടുണ്ട്. ഇനി ഒരിക്കലും ഒരു പക്ഷെ അദ്ദേഹത്തിന് കൂടോത്രം ചെയ്യാൻ തോന്നാത്ത തരത്തിലുള്ള ശിക്ഷാ നടപടി പോലീസ് കൊടുത്ത ഈ പരിപാടി ചിലപ്പോൾ അദ്ദേഹം അവസാനിപ്പിക്കും.